അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, നിരന്തരം നിങ്ങളോട് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് മക്കളുടെ മരണവാർത്ത തന്നെയാണ്. കുറച്ചു മുന്നേ കുന്നംകുളത്ത് നിന്നും മരണപ്പെട്ട ഒരു മോൻ്റെ മരണവിവരം നിങ്ങളെ അറിയിച്ചിട്ടേയുള്ളൂ. ആ മോൻ മരണപ്പെട്ടിരിക്കുന്നത് പിക്കപ്പ് വാന് കയറിയാണ് ഈ മോന് മരണപ്പെട്ടത്. അബദ്ധത്തിലും അപകടത്തിലും എത്രയെത്ര മക്കളാണ് നമ്മുടെ മരണപ്പെട്ടു പോകുന്നത്. നിരന്തരം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള ചെറിയ മക്കളുടെ മരണവാർത്തയാണ്. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എല്ലാവരും മക്കൾക്ക് വേണ്ടി 5 നേരവും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. എത്ര പറഞ്ഞാലും മക്കൾ കേൾക്കില്ല. എൻ്റെ പൊന്നുപോലത്തെ മക്കളെ, നിങ്ങളോട് നിങ്ങളെ മാതാപിതാക്കൾ പറയുന്നത് നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. കണ്ടില്ലേ, നിങ്ങൾ 2 മക്കളാണ് പള്ളിക്കുളത്തിൽ മുങ്ങി മരിച്ചത്. ഇതുകൊണ്ടാണ് മക്കളെ നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങൾ ഇതുപോലെ കളിക്കാൻ പോകുമ്പോൾ തടയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. നിങ്ങളില്ലാത്ത ആ ഒരു ലോകത്ത് അവർക്ക് ജീവിക്കാൻ പറ്റില്ല മക്കളെ. ചില മാതാപിതാക്കളൊക്കെ ഇപ്പോൾ പറയുന്നത് മക്കളില്ലാത്തതാണ് നല്ലതെന്ന്. മക്കൾ കാരണം മാതാപിതാക്കൾക്ക് വേദനിക്കാനേ നിർവാഹമുള്ളൂ. എത്ര മാതാപിതാക്കളാണ് ഇന്ന് കണ്ണീരിലായത്. മാതാപിതാക്കളെ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പലതും ചെയ്യും. അവസാനം ഇതായിരിക്കും അവസ്ഥ. ചില മക്കളൊക്കെ വഴിതെറ്റിപ്പോകുന്നു. കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായി പോകുന്നു. മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിച്ചാൽ ഈ ദുനിയാവിൽ നിന്ന് തന്നെ നമ്മൾ അനുഭവിക്കും മക്കളെ. നിങ്ങളുടെ മാതാപിതാക്കളുടെ ജീവനും ജീവിതവും നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും മാതാപിതാക്കളെ അനുസരിക്കാതെ, അവർ പറയുന്നത് കേൾക്കാതെ നിങ്ങൾ എവിടെയും പോകരുത്. അവരോട് സമ്മതം ചോദിച്ച് നിങ്ങളുടെ സേഫ്റ്റി ഉറപ്പിച്ച് ഇതുപോലെ കുളത്തിലും പുഴയിലും പോവുക. നിങ്ങൾ പോകണ്ട, കളിക്കണ്ട എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ ഉറപ്പിക്കുക. മുതിർന്ന ആളുകളുടെ സംരക്ഷണത്തിൽ ഇതുപോലുള്ള കുളത്തിലും പുഴയിലുമൊക്കെ പോവുക. ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നമുക്ക് പോലും ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് മാതാപിതാക്കൾ നിങ്ങളെ ശകാരിക്കുകയും വഴക്കു പറയുകയും ചെയ്യുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മക്കളെ. ഈ 2 മക്കളെ നിങ്ങൾ കണ്ടോ? ഇവരിന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. അവരുടെ മാതാപിതാക്കളുടെ ഒപ്പമല്ല ഈ മക്കളുള്ളത്. അവരിപ്പോൾ ഉള്ളത് ഖബറിലാണ്, 6 അടി മണ്ണിൽ. റബ്ബിൻ്റെ വിധിയെ നമുക്കാർക്കും തടയാൻ പറ്റില്ല മക്കളെ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ശ്രദ്ധിക്കുക തന്നെ വേണം. നമ്മൾ മരണം വിളിച്ചു വരുത്തരുത്. കാഞ്ഞങ്ങാട്ട് പള്ളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയതാ ഈ മക്കൾ. മുങ്ങി മരണപ്പെട്ടു. 2 മക്കളും മുങ്ങി മരണപ്പെട്ടു പോയി. അതിലൊരു മോൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണുള്ളത്. പടച്ചറബ് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയാക്കി കൊടുക്കട്ടെ. എത്രയും പെട്ടെന്ന് അവിടുന്ന് സലാമത്താക്കി കൊടുക്കട്ടെ. പാലക്കിയിലെ അസീസിൻ്റെ മകൻ അഫാസ് 9 വയസ്സ്. 11 വയസ്സുള്ള അൻവറിൻ്റെ മകൻ അൻവർ. ഈ 2 മക്കളും മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും ദുആ ചെയ്യണം. അൻവറിൻ്റെ സഹോദരൻ്റെ മകൻ ഹാഷിമിനെയാണ് ഗുരുതരാവസ്ഥയിൽ മംഗളൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. കുളത്തിൽ കുളിക്കുന്നതിനിടെയാണ് ഈ മക്കൾ മുങ്ങിപ്പോകുന്നത്. കാണാതായ മക്കളെ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും കൂടിയാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. 3 പേരിൽ 2 മക്കൾ മരണപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ വീഡിയോ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. അവരറിയണം എല്ലാം. ഇതുപോലുള്ള അപകടത്തിൽ നിന്നും നമ്മുടെ മക്കളെ രക്ഷിക്കാനാണ് മാതാപിതാക്കൾ ഇങ്ങനെ തൊള്ള തുറക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കണം. ഇന്നത്തെ മക്കൾ മാതാപിതാക്കളോട് ഒരു നിലയും വിലയും കൽപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഇന്ന് മക്കളെ പുറത്ത് വിടാൻ തന്നെ പേടിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തും എപ്പോഴും ഏതു നിമിഷവും സംഭവിക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ഈ ഒരു വെക്കേഷൻ കാലം തന്നെ നമ്മുടെയൊക്കെ എത്ര മക്കളാണ് മരണപ്പെട്ടു പോയത് നമ്മളൊക്കെ കേൾക്കുന്നതല്ലേ. എത്ര വാർത്തകളാണ് നമ്മൾ തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. എല്ലാവരും ശ്രദ്ധിക്കുക, അത്രേ പറയാനുള്ളൂ. പടച്ചറബ്ബ് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ. അർഹമുറാഹിമായ റബ്ബേ, പടച്ചറബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബേ. പടച്ചറബ്ബേ, ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ചറബ്ബേ, ചെറിയ മക്കളാണ് റബ്ബേ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ.
മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. ചെറിയ മക്കളാണ് റബ്ബേ, പൊരുത്തപ്പെട്ട് കൊടുക്കണേ റബ്ബേ, മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ, ക്ഷമ കൊടുക്കണേ റബ്ബേ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ അങ്ങോട്ട് വിളിക്കല്ലേ റബ്ബേ. പഠിച്ച റബ്ബേ, നമ്മൾ ജീവിക്കുന്നത് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് റബ്ബേ. മക്കളില്ലാത്ത ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ റബ്ബേ. ഇതുപോലൊരവസ്ഥ ഒരു മാതാപിതാക്കൾക്കും നീ കൊടുക്കല്ലേ റബ്ബേ. ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കല്ലേ റബ്ബേ. പഠിച്ച റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണേ റബ്ബേ. നിൻ്റെ ഒരു സംരക്ഷണം അവരിൽ ഉണ്ടാകണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. പ്രത്യേകിച്ച് ഇവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. ആരും മുഷിപ്പ് തോന്നരുത്. മരണപ്പെട്ടവരാണ്. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.